PM ശ്രീ വിവാദത്തിന്റെ പിരിമുറുക്കം വിട്ടുമാറാതെ LDF. CPI നേതാക്കളുടെ പ്രതികരണങ്ങളിൽ സങ്കടം പങ്കുവച്ച മന്ത്രി വി ശിവൻകുട്ടി. GRL നടത്തിയ ഒരു പ്രസ്താവന എന്നെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രകാശ് ബാബു MABB സംബന്ധിച്ചിടത്തോളം നടത്തിയ വിമർശനം ഒട്ടും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു. AIYF എൻ്റെ ഓഫീസിനകത്തേക്ക് മാർച്ച് ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. MABBയെ നിസ്സഹായൻ എന്ന് വിളിച്ചതിൽ മാപ്പ് ചോദിച്ച് പ്രകാശ് ബാബു. ശിവൻകുട്ടിയോട് ക്ഷമ ചോദിച്ച് AIYF. PM ശ്രീ തർക്കം തീർക്കാൻ CPI വിട്ടുവീഴ്ച ചെയ്തെന്ന് CPIM ജനറൽ സെക്രട്ടറി. MOU റദ്ദാക്കണം എന്ന ആവശ്യത്തിൽ നിന്ന് CPI പിന്നോട്ട് പോയി. CPIM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. ഇടതുമുന്നണി തകരാതെ നോക്കി എന്നതാണ് പ്രധാനമെന്നും MABB ന്യൂസ് മലയാളത്തോട്. CPIയുടെ ഭീഷണിക്ക് വഴങ്ങിയെങ്കിലും PM ശ്രീയുടെ MOU റദ്ദാക്കുന്നത് വെല്ലുവിളി. അന്തിമ തീരുമാനം എടുക്കാനാവുക കേന്ദ്രത്തിന്. കാർഷിക സർവകലാശാലയ്ക്കെതിരെ സംസ്ഥാന വ്യാപക പ്രക്ഷോഭവുമായി SFIയുടെ തിരിച്ചടി. PM ശ്രീയിൽ 2 വള്ളത്തിൽ കാല് വെക്കാതെ നിലപാട് പറയണമെന്ന് സർക്കാരിനോട് പ്രിയങ്ക ഗാന്ധി. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ മുൻകരുതലുമായി ദേവസ്വം ബോർഡ്. മേൽശാന്തിയുടെ സഹായികളെ ബോർഡ് തന്നെ നിയോഗിക്കും. പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റിമാൻഡ് ചെയ്ത് റാന്നി കോടതി തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റും. കണ്ടെടുത്ത സ്വർണം കോടതിയിൽ ഹാജരാക്കി SIT. സുന്നികളുടെ ഐക്യ ആഹ്വാനത്തിനിടെ ലീഗിലെ മുജാഹിദ് വിഭാഗത്തിനെതിരെ കാന്തപുരം വിഭാഗം. ലയനത്തിന് തടസ്സം ലീഗിലെ മുജാഹിദ് നേതാക്കളെന്ന് റഹ്മത്തുള്ള സഖാഫി അളമരം. സുന്നികൾ ഒരുമിച്ചാൽ ഭീഷണിയെന്ന് ചിലർക്ക് ഭയം. AP EK വിഭാഗങ്ങളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും റഹ്മത്തുള്ള സഖാഫി ന്യൂസ് മലയാളത്തോട്. കേരളത്തെ നടുക്കിയ ചീനിക്കുഴി കൂട്ടക്കൊലക്കേസിൽ പ്രതി ഹമീദിന് വധശിക്ഷ. 6 ലക്ഷം രൂപ പിഴയും വിധിച്ച് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി. 2022 സ്വന്തം കുടുംബത്തിലെ 4 പേരെ ഹമീദ് ചുട്ടുകൊന്നത് സ്വത്തു തർക്കത്തിന്റെ പേരിൽ. വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് പ്രതിഭാഗം. നാടിനെ നടുക്കിയ കോഴിക്കോട് അതിഥിക്കൊല കേസിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം തടവ്. സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും ദേവിക അന്തർജനത്തിനും 2 ലക്ഷം രൂപ പിഴയും വിധിച്ച് ഹൈക്കോടതി. 2013 7 വയസ്സുകാരിയായ അതിഥിയെ കൊന്നത് അതിനിഷ്ഠൂരമായ പീഡനത്തിനിരയാക്കി. കൊല്ലം ആയൂരിൽ ആഭിചാരക്രിയയ്ക്ക് തയ്യാറാകാത്ത ഭാര്യയുടെ മുഖത്ത് തിളച്ച മീൻകറി ഒഴിച്ച് കൊടും ക്രൂരത. പൊള്ളലേറ്റ റജീല ആശുപത്രിയിൽ. ഭർത്താവ് സജീർ ഒളിവിൽ. റജീലയെ നിരന്തരം മർദ്ദിച്ചത് ശരീരത്തിൽ സാത്താന്റെ ശല്യമുണ്ടെന്ന് പറഞ്ഞ്. സംസ്ഥാനത്ത് നെല്ലു സംഭരണത്തിൽ പ്രതിസന്ധി. സർക്കാർ നിർദ്ദേശം തള്ളി മില്ലുടമകൾ. 100 കിലോ നെല്ലിന് 64 കിലോഗ്രാം അരി നൽകാനാവില്ലെന്ന നിലപാട്. ചർച്ച പരാജയപ്പെട്ടെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. മില്ലുടമകളുടേത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഭീഷണിയെന്ന് KN ബാലഗോപാൽ. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച മിനി ബജറ്റിനെതിരായ പ്രതിപക്ഷ വിമർശനം തള്ളി മന്ത്രിമാർ. വാഗ്ദാനം ചെയ്ത ക്ഷേമ പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് മന്ത്രി KN ബാലഗോപാൽ ഹലോ മലയാളത്തിൽ. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. അത് ചെയ്യുക എന്നുള്ളതാണ് LDF സർക്കാരിൻ്റെ മുഖമുദ്ര. അല്ലാതെ ഒരു രാഷ്ട്രീയമായിട്ടൊരു പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം പ്രഖ്യാപിക്കുന്നതല്ല. ഇത് നടത്താൻ വേണ്ടിയിട്ടാണ്, നടക്കുമെന്ന് ജനങ്ങൾക്ക് വിശ്വാസമുള്ളതുമാണ്. മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത് സങ്കടം കൊണ്ടെന്ന് മന്ത്രി VN വാസവൻ. ജനങ്ങളെ കബളിപ്പിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാക്കൾ. തൃശൂർ ആറ്റൂരിൽ ക്വാറിയിൽ ഉപേക്ഷിച്ച നിലയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ബാഗിലാക്കി ഉപേക്ഷിച്ചത് പ്രസവം കഴിഞ്ഞ ഉടൻ. ആറ്റൂർ സ്വദേശിയായ യുവതിക്കെതിരെ കേസ്. പ്രസവത്തോടെ കുട്ടി മരിച്ചിരുന്നോ എന്ന് അന്വേഷിച്ച് പോലീസ്. തിരുവനന്തപുരം നേമത്ത് അമ്മയെ മകൻ കഴുത്തറത്ത് കൊലപ്പെടുത്തി. മൃതദേഹം മദ്യമൊഴിച്ച് കത്തിക്കാനും ശ്രമം. മരിച്ചത് കല്ലിയൂർ സ്വദേശി വിജയകുമാരി അമ്മ. മകൻ അജയകുമാർ കസ്റ്റഡിയിൽ. കൊലയ്ക്ക് കാരണം മദ്യപാനം ചോദ്യം ചെയ്തതിലെ വൈരാഗ്യം.
തൊണ്ടി മുതൽ കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന് തിരിച്ചടി. കേസിൽ വഞ്ചനാക്കുറ്റം കൂടി ചുമത്താമെന്ന് ഹൈക്കോടതി. കേസിൽ ആന്റണി രാജു രണ്ടാം പ്രതി. പേരാമ്പ്ര സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ കേസ് നൽകില്ലെന്ന് ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ്. തനിക്കെതിരായ തെറ്റായ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കും. മാധ്യമങ്ങൾക്കെതിരെ കേസ് നൽകാനാണ് ആഭ്യന്തര വകുപ്പിന്റെ അനുമതി തേടിയതെന്നും അഭിലാഷ് ന്യൂസ് മലയാളത്തോട്. കലൂർ സ്റ്റേഡിയത്തിൽ അതിക്രമിച്ചു കയറിയതിന് മുഹമ്മദ് ഷിയാസ് അടക്കം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ്. നടപടി GCDAയുടെ പരാതിയിൽ അന്യായമായി സംഘം ചേർന്നെന്നും സുരക്ഷാ ജീവനക്കാരെ മർദ്ദിച്ചെന്നും FIR. സമരം ശക്തിപ്പെടുത്താൻ കോൺഗ്രസ്. കർണാടക ഭൂമി ഇടപാട് ആരോപണത്തിൽ റിപ്പോർട്ടർ ചാനൽ MD ആൻഡോ അഗസ്റ്റിനെതിരെ മാനനഷ്ട കേസ് നൽകി രാജീവ് ചന്ദ്രശേഖർ. 7 ദിവസത്തിനകം വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യം. റിപ്പോർട്ടർ ചാനലിനെതിരെ അപകീർത്തികരമായ വാർത്തകൾ നൽകുന്നത് വിലക്കി ബംഗളൂരു സെഷൻസ് കോടതി. കണ്ണൂർ പുതിയങ്ങാടിയിൽ കെട്ടിട നിർമ്മാണ ജോലിക്കിടെ ഷോക്കേറ്റ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. മരിച്ചത് വടക്കാഞ്ചേരി സ്വദേശി അനീഷ്. ഷോക്കേറ്റത് ഹൈ ടെൻഷൻ ലൈനിൽ നിന്ന്. ജോലി വാഗ്ദാനം ചെയ്ത് തായ്ലൻഡ് വഴി വീണ്ടും മനുഷ്യക്കടത്ത്. ഇരകളായി മലയാളികളടക്കം നിരവധി പേർ. മ്യാൻമാറിൽ കുടുങ്ങിയ കൊല്ലം സ്വദേശി ബിനി തുളസീധരന്റെ ശബ്ദ സന്ദേശം ന്യൂസ് മലയാളത്തിന്. ഭക്ഷണവും വെള്ളവും നൽകുന്നില്ലെന്നും ബിനി. മലയാളത്തിന്റെ പ്രിയതാരം മമ്മൂട്ടി 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ. കൊച്ചി വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി മന്ത്രി P രാജീവ് അടക്കം പ്രമുഖർ. അടങ്ങിയത് സ്വന്തമായി കാർ ഓടിച്ച്. മമ്മൂട്ടി എത്തിയത് പാട്രിയറ്റിന്റെ അടുത്ത ഷെഡ്യൂൾ ഷൂട്ടിനായി. പ്രാർത്ഥിച്ചവർക്ക് നന്ദി പറഞ്ഞ് മമ്മൂക്ക. വളരെ സന്തോഷം. എല്ലാവരെയും വീണ്ടും കാണാൻ സാധിക്കുന്നു. തിരിച്ചു വരുന്നു. സന്തോഷം സന്തോഷം സന്തോഷം. താങ്ക് യു ഫോർ ഓൾ ദ ലവ് യു ഹാവ് ഗിവൻ ടു മീ ആൻഡ് ഫോർ ദ പ്രേയേഴ്സ്. താങ്ക് യു. നിർവഹിച്ചിരിക്കുന്നു. വിസ്മയ മോഹൻലാൽ തുടക്കം ഞങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. സിനിമയിലേക്ക് ചുവട് വെച്ച് മോഹൻലാലിന്റെ മകൾ വിസ്മയ നായികയാകുന്ന സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നു. കൊച്ചിയിൽ നടന്ന പൂജയിൽ പങ്കെടുത്ത് മോഹൻലാൽ അടക്കം പ്രമുഖർ. വിസ്മയുടെ അരങ്ങേറ്റം ജൂഡ് ആന്റണി ജോസഫിന്റെ തുടക്കം എന്ന സിനിമയിലൂടെ. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിൽ റാപ്പർ വേടെന്ന ജാമ്യവ്യവസ്ഥയിൽ ഇളവ്. കേരളം വിടരുതെന്ന വ്യവസ്ഥ റദ്ദാക്കി ഹൈക്കോടതി. വിദേശയാത്രയ്ക്ക് അനുമതി. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ മറ്റന്നാൾ പ്രഖ്യാപിക്കും. മികച്ച നടനായുള്ള മത്സരത്തിൽ ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിയും കിഷ്കിന്ദ കാണ്ഡത്തിലൂടെ ആസിഫ് അലിയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ. പരിഗണിച്ചത് 128 സിനിമകൾ. അവാർഡ് നിശ്ചയിക്കുക പ്രകാശ് രാജ് അധ്യക്ഷനായ ജൂറി. മുംബൈയിൽ കുട്ടികളെ ബന്ദികളാക്കിയയാളെ പോലീസ് വെടിവെച്ചു കൊന്നു. രോഹിത് ആര്യയെ പോലീസ് വെടിവെച്ചത് മോചന ശ്രമത്തിനിടെ. 17 കുട്ടികളെ വിളിച്ചു വരുത്തിയത് ഓഡീഷൻ എന്ന പേരിൽ. ബീഹാറിൽ കടുത്ത വർഗീയ പരാമർശങ്ങളുമായി പ്രധാനമന്ത്രിയുടെ പ്രചാരണ റാലി. RJDയും കോൺഗ്രസും ചാട്ട് പൂജയെ അവഹേളിച്ചു. നുഴഞ്ഞുകയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് മഹാസഖ്യം. ഏതെങ്കിലും മഹാസഖ്യം നേതാവ് രാം മന്ദിർ സന്ദർശിച്ചോ എന്നും മോദി. ബീഹാറിൽ മതം പറഞ്ഞ് യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം. മഹാസഖ്യം വണങ്ങുന്നത് ബാബറിനെയും ഔറംഗസേബിനെയും. ശ്രീരാമ ഭക്തരെ അവർ വെടിവെക്കുന്നു. മഹാസഖ്യത്തിലെ വികസനം സ്വന്തം കുടുംബക്കാർക്ക് മാത്രമെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിന്റെ ജാമ്യാപേക്ഷയെ എതിർക്കാൻ ഗുരുതര ആരോപണങ്ങളുമായി പോലീസ്. രാജ്യം മുഴുവൻ സായുധ കലാപം ഉണ്ടാക്കാൻ പ്രതികൾ ശ്രമിച്ചു. പ്രതികൾ ഉന്നയിക്കുന്നത് ഇരവാദമെന്നും ഡൽഹി പോലീസിന്റെ സത്യവാങ്മൂലം. പഹൽഗാം ഭീകരാക്രമണത്തിൽ NIA കുറ്റപത്രമുടൻ. ലഷ്കർ-ഇ തോയ്ബയെയും ഭീകരരെയും സഹായിച്ച 2 പ്രദേശവാസികളെയും പ്രതി ചേർക്കും. അന്വേഷണം പൂർത്തിയാക്കാൻ NIAക്ക് അനുവദിച്ച സമയം ഈ ആഴ്ച പൂർത്തിയാകും. US ചൈന വ്യാപാര കരാറിന് ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ചയിൽ ധാരണ.
ഇറക്കുമതി തീരുവ 57 നിന്ന് 47% കുറച്ചു. കരാർ യാഥാർത്ഥ്യമായെന്ന് ട്രംപ്. ഏപ്രിലിൽ ട്രംപ് ചൈന സന്ദർശിക്കും. പാരീസിലെ ലുവ്ർ മ്യൂസിയത്തിലെ കവർച്ചയിൽ മുഖ്യ സൂത്രധാരനടക്കം 5 പേർ കൂടി പിടിയിൽ. നിലവിൽ കസ്റ്റഡിയിലുള്ള 2 പേർ കുറ്റം സമ്മതിച്ചെന്ന അന്വേഷണ സംഘം. ഗൂഢാലോചന, മോഷണക്കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കും. കവർച്ചയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനം. അണവായുധ പരീക്ഷണങ്ങൾക്കുള്ള മൊറട്ടോറിയം അവസാനിപ്പിക്കാൻ അമേരിക്ക. പരീക്ഷണങ്ങൾ ഉടൻ പുനരാരംഭിക്കാൻ US യുദ്ധകാര്യ വകുപ്പിന് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം. മറ്റ് രാജ്യങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ നോക്കിയിരിക്കാൻ പറ്റില്ലെന്ന് ട്രംപ്. അമേരിക്ക മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് 33 വർഷത്തിന് മുൻപ്. വനിതാ ലോകകപ്പ് സെമിയിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയ മികച്ച സ്കോറിലേക്ക്. 5 വിക്കറ്റ് നഷ്ടത്തിൽ 260 റൺസ് പിന്നിട്ടു. ലിച്ച്ഫീൽഡിന് സെഞ്ചുറി.